നമ്മൾ എല്ലാ തോന്നിവാസങ്ങൾക്കിടയിൽ നിന്നും നമ്മളാകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് സമാധാനത്തിന്റെ നിലാവെളിച്ചം ലഭിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ആ പള്ളി കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ സമാധാനം സിദ്ധിച്ചവരായിരിക്കണം. അതാണ് ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണ്? ഇന്നമാ യഅ്മുറു, പള്ളി ഭരിക്കേണ്ടവർ എന്നല്ല, അല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ടത് പള്ളി ഭരിക്കേണ്ടവരല്ല. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്, ഞാൻ എരമത്ത് വന്നതിന് ശേഷം പല കമ്മിറ്റി മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരിൽ നിന്ന് കേൾക്കുന്ന ഒരു സംസാരമുണ്ട്. അവര് പള്ളി പരിപാലകർ, പള്ളി പരിപാലക സമിതി, അങ്ങനെ കേട്ടത് എരമത്ത് നിന്നാണ്. പല മഹലിലും പറയുന്നത് എന്താ? പള്ളി ഭരണസമിതി എന്നാണ്. എന്റെ വീട് ഭരിക്കാൻ ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം, അല്ലേ? അങ്ങനെയല്ലേ? ഞാനിപ്പോ എന്റെ വീട്ടിലൊരു ചേച്ചിയെ പണിക്ക് നിർത്തി, അല്ലെങ്കിൽ ഒരു ഇത്താനെ പണിക്ക് നിർത്തി, അല്ലെങ്കിൽ ഒരു ഇക്കാനെങ്ങനെ പണിക്ക് നിർത്തി, മൂപ്പര് പറയാം ഞാനാണ് ഈ വീടിന്റെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? പള്ളിയുടെ ഭരണാധികാരി ആരാണ്? ബാക്കി നമ്മളോ? വേലക്ക. അതല്ലേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മള് സൗദി അറേബ്യയുടെ രാജാവ് അറിയപ്പെടുന്നത് ഏത് പേരില്ല? ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ. 2 ഹറമിന്റെയും വേലക്കാരൻ. ഖാദിം എന്ന് പറഞ്ഞ വേലക്കാരൻ എന്നാണ്. 2 ഹറമിന്റെയും വേലക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളോ? പള്ളിയുടെ വേലക്കാര എന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപമാനാണ്, അഭിമാനത്തിന് പകരം ഈ വേലക്കാരനാ. അതാണ് ഇന്നമായ യഅ്മുറു, പള്ളിയുടെ ഇമാറത്ത്, പരിപാലനം. പടച്ചോൻ പറയും എന്റെ വീട് പരിപാലിക്കാൻ ഞാൻ കുറച്ച് ക്വാളിറ്റീസ് പറയും, ഇതുള്ളവൻ മതി അല്ലാത്തവൻ വേണ്ട. ഇത് പടച്ചോന്റെ വീടാണ്, ഇതുള്ളവൻ മതി അല്ലാത്തവൻ വേണ്ട. അല്ലാത്തവൻ ഈ പണി ഏറ്റെടുത്താൽ അവനെ നരകക്കുണ്ടിൽ ഞാൻ ദുനിയാവിലും നാളെ ആഖിറത്തിലും കിടത്തും. ഇത് പടച്ചോന്റെ വീടാണ്. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് അള്ളാന്റെ പള്ളി എന്ന് പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് പടച്ചോൻ പറയണത്? ശരിക്കും നമ്മളിതൊക്കെ പഠിച്ച സംഗതികളാണ്, അല്ലേ? ഇപ്പൊ ഈ പറയുന്ന പേടിയാണ്. ഞാനൊരു പള്ളിയുടെ വൈസ് പ്രസിഡന്റാണ് കോയമ്പത്തൂർ. സത്യം പറഞ്ഞാൽ ഓരോ സംഗതികളും വരുമ്പോ പേടിയാണ്. ഈ ആയത്തുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. യാ റബ്ബി, പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ്. അല്ലാഹ്, നിന്റെ കാരുണ്യത്തിലാണ്. കാരണം ചെയ്തു കൂട്ടുന്നതെല്ലാം അവന്റെ തൃപ്തിക്ക് അനുസൃതമായില്ല എങ്കിൽ ഭയമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അള്ളാഹ് പറയുന്നുണ്ട്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ, ഈമാനുള്ളവർ. ഈമാനാണ് ആദ്യത്തെ ക്വാളിറ്റി. ഞങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലേ? മുസ്ലിങ്ങളായ പോരാ, മുഅ്മിനാകണം. മുസ്ലിമും മുഅ്മിനും രണ്ടും 2 കാറ്റഗറിയാണ്. മുസ്ലിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ലത്, ഇത് മുഅ്മിനീങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ്. ഇത് വിശദമായിട്ട് ഞാനിലേക്ക് കടക്കുന്നില്ല, എന്നുള്ള സമയമില്ല. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസം, ഖദർ ഖലായിൽ ഉറച്ച വിശ്വാസം, ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണെന്നുള്ള ഉറച്ച വിശ്വാസം, ടെൻഷൻ അടിക്കാത്ത കുലുങ്ങാത്ത കൽബ്, അല്ലാഹുവിൽ തഖ്വയുള്ള ഒരു മനുഷ്യൻ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതുകൊണ്ട് തന്നെ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, അള്ളാന്റെ പള്ളി പരിപാലനം എന്ന് പറഞ്ഞാല് പള്ളി ഒരുപാട് കെട്ടി, പള്ളി ഒരുപാട് നിർമ്മിച്ചു കൂട്ടലല്ല, അത് സെക്കൻഡറിയാണ്. പള്ളിക്ക് വിസ്തീർണം ഉണ്ടാക്കുക, പള്ളി വലുതാക്കൽ എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ഈമാനിൽ വർധനവുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതാണ് പള്ളി പരിപാലകരുടെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എത്ര മഹല്ല് കമ്മിറ്റികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്? എറണാകുളം ജില്ലയിൽ ഒരു 95% പള്ളിയിലും അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 95% പള്ളിയിലും ജനങ്ങളുടെ ഈമാനിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാല് പള്ളി കുറെ ഉയർത്തിക്കെട്ടുക, പള്ളിക്ക് സ്ഥലം വാങ്ങി, ഇതൊന്നും വേണ്ടാന്നല്ലാട്ടോ. ഇതൊക്കെ വേണം, സെക്കൻഡറിയാണ്. പ്രൈമറി എന്താണ്? ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനാണ്? ജനങ്ങളുടെ ഈമാനിനാണ്. ഒരു പള്ളിയുടെ ഏറ്റവും വലിയ കർത്തവ്യം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നൂറിനെ, അള്ളാഹുവിന്റെ പ്രകാശത്തെ സന്നിവേശിപ്പിക്കലാണ്. ഇതാണ് പള്ളി കമ്മിറ്റിക്കാരുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇതില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് ജനങ്ങളുടെ ഖൽബിലേക്ക് ഇത് സന്നിവേശിപ്പിക്കുക? അവന് പേടിയുണ്ടാകണം. നാളെ ആഖിറത്തിൽ ചെന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിൽക്കും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിച്ചു പോകുന്നത് പോലും റഖീബും അതീദും രേഖപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ വെക്കുമ്പോ വൽ യൗമിൽ ആഖിർ. ഏതാ ആഖിർ? ഏതാ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. സ്വന്തം ഉമ്മ പോലും കണ്ടാ തിരിഞ്ഞു നോക്കാത്ത ആഖിറത്തിൽ എന്റെ റബ്ബിന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ്
പടച്ചോനെ ഞാൻ ചെയ്തു കൂട്ടി ഈ തോന്നിവാസങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്റെ റബ്ബിന്റെ മുമ്പിൽ നിർത്തുക. ആ റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം എനിക്കുണ്ടാവോ? ആഖിറത്തെക്കുറിച്ചുള്ള ഈമാൻ അവന്റെ കൽബിൽ ഉണ്ടാകണം. ഈ ബോധ്യമുള്ളവരാണ് പള്ളി പരിപാലിക്കേണ്ടത്. എന്റെ വീട് അവര് പരിപാലിച്ചാൽ മതി എന്ന് ആരാ പറയണത്? ആരാ? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ ബോധം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പലയിടങ്ങളിലും എങ്ങനെയാണ് പള്ളി കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക? തറവാടിത്തം നോക്കും, ഇച്ചിരി പൈസ ഉണ്ടോ നോക്കും. തറവാടിത്തവും പണമുണ്ടാകലും ഇസ്ലാമിൽ മോശമായ കാര്യമല്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് യോഗ്യത ഇതാകരുത്, യോഗ്യത ഈമാനാകണം. പല മഹലിലും സംഭവിക്കണേ, ഏതെങ്കിലുമൊക്കെ ഒരു സമ്പന്നനെ പിടിച്ച് പള്ളി കമ്മിറ്റിയിലിടും. 5 പൈസ കയ്യിൽ നിന്ന് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി അയാൾ എടുക്കൂല, പിരിക്കാൻ മാത്രം നടക്കും. കയ്യിൽ നിന്ന് പൈസ എടുക്കുന്ന എത്ര കമ്മിറ്റിക്കാരുണ്ട്? ഈ സമ്പന്നരായ ആളുകളെ വെച്ചാലുള്ള കാര്യം പറയണത് എല്ലാവരും അങ്ങനെയാണെന്നല്ല. പൊതുവിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ എത്രയോ സ്ഥലങ്ങളിൽ, ആലുവയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, കയ്യിലുണ്ടായിരുന്നിട്ടും സ്വന്തം കയ്യിൽ നിന്ന് 5 പൈസ അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കാനില്ല, പിരിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് അള്ളയാണെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടേ മറ്റുള്ളവരുടെ മുമ്പിൽ അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ചോദിക്കാൻ ചെല്ലൂ. അള്ളാന്റെ പള്ളി, അള്ളാഹുവാണ് അവന്റെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞെടുക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഈമാൻ, അതായത് ഏതെങ്കിലും ആളായാൽ പോരാ, ഈമാൻ വേണം, ആദർശബോധം വേണം. അല്ലെ, എനിക്ക് 2 കാലുണ്ട്, അതുകൊണ്ട് ഞാൻ 2 സ്ഥലത്ത് ഓരോ കാല് കുത്തും എന്ന് പറഞ്ഞാല് എങ്ങനെ ഉണ്ടാവും? 2 വഞ്ചിയിലും കൂടെ 2 കാല് വെച്ചിട്ട് 2 വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എങ്ങനെ ഉണ്ടാവും? കീറിപ്പോവും അല്ലെ? ആദർശം, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആദർശത്തിൽ അണുവിട വ്യത്യാസമില്ലാതെ ഉറച്ചു നിൽക്കുന്ന ആളുകളാകണം. ചിരി അവിടെയും ഇച്ചിരി ഇവിടെയും അല്ല, ഉറച്ച ഈമാൻ, അങ്ങനെയുള്ള ഒരു മതി എനിക്കെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അങ്ങനെയല്ലാത്തവർ വന്നാൽ നിങ്ങളെ നന്നാക്കാൻ കഴിയില്ല പള്ളിക്ക്. അങ്ങനെയല്ലാത്തവർ വന്നാൽ ആ പള്ളിക്ക് നിങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു നൂറും പ്രസരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ വരണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. അപ്പൊ തന്നെ ഇപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ പടച്ചോനെ ഞാൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് എന്നെ പേടിയാവാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ ചുരുക്കാട്ടോ, അതിന്റെ ആഴങ്ങളിലേക്കൊക്കെ, ഈമാന്റെ ആഴങ്ങളിലേക്കൊക്കെ കടന്നാല് 100 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരൂല. രണ്ടാമത്തേത് അഖാമ സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകണം. പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകളാകരുത്. അതാണ് പടച്ചോൻ പറയാ, എന്റെ പള്ളി പരിപാലിക്കേണ്ടത് നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവനാകണം. എന്തിനാണ് പടച്ചോൻ ആ ഒരു ഡിമാൻഡ് വെച്ചത്? എന്താ നിസ്കാരം കൊണ്ട് കിട്ടുന്ന എന്താ? 1-2 കാര്യങ്ങളാ. നിസ്കരിക്കുന്നത് എന്തിനാ? ഖുർആൻ പറയാണ്, എന്നെ സ്മരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ 5 വക്ത് മാത്രം ഓർത്താ മതിയോ? പോരാ. 5 നേരം ഓർക്കുന്നതിലൂടെ നിരന്തരം അള്ളാന്റെ സ്മരണയിലായിരിക്കണം. അതിനാണ് നിസ്കരിക്കാൻ പറയുന്നത്. അപ്പൊ പള്ളി കമ്മിറ്റിയിൽ നിങ്ങളുണ്ടോ? നിങ്ങൾ നിരന്തരം അള്ളാന്റെ സ്മരണയിലായിരിക്കണം. വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണ്, ഇതൊക്കെ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയായി മാറുന്നവർക്കാണ് പള്ളി കമ്മിറ്റിയിലേക്ക് വരാൻ യോഗ്യത ഉള്ളതെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അള്ളാഹ് എന്ന് ചിന്തിക്കുന്നവൻ അവന്റെ വായിൽ നിന്ന് ചീത്ത വർത്താനങ്ങൾ വരുമോ? തെറി വിളിക്കുന്ന മനുഷ്യൻ മഅദല്ലാഹ് പള്ളി കമ്മിറ്റിയിലേക്ക് പറ്റൂല. മറ്റുള്ളവനെ കുറ്റം പറയുന്ന പറ്റൂല, അള്ളാന്റെ പള്ളി കമ്മിറ്റിയിലേക്ക് പറ്റൂല. ഇത് അള്ളാന്റെ പള്ളിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പള്ളിയല്ല, എന്റെ വീടല്ല, എന്റെ വീടിന്റെ കമ്മിറ്റിയിലേക്കല്ല, അള്ളാന്റെ പള്ളി പരിപാലിക്കുന്ന ആളുകളുടെ ലിസ്റ്റിലേക്കാണ് നമ്മൾ പോണത്. ചീത്ത വിളിക്കുന്നവൻ പറ്റൂല, അള്ളാന്റെ പള്ളിയോട് അദബില്ലാത്തവൻ പറ്റൂല. അള്ളാന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ആദരവില്ല. ഇതിന്റെ അകത്തു വന്നിരുന്ന ഒച്ചപ്പാടും ബഹളും മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹളം ഉണ്ടാക്കി കിടക്കുന്ന ആളുകൾ അള്ളാന്റെ പള്ളിക്ക് പറ്റൂല. ഇവിടെ അദബ് വേണം. കാരണം ഇത് ആരുടെ പള്ളിയാണ്? അള്ളാന്റെ പള്ളിയാണ്. ഇത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണ്ടേ. രണ്ടാമത്തെ, നിസ്കാരം കൊണ്ടുള്ള ഗുണം എന്താണ്? സുജൂദാണ്. സുജൂദില് എന്താ സംഭവിക്കണത്? ഞാൻ സുജൂദ് ചെയ്യുമ്പോൾ ഞാനെന്ന ഭാവത്തിൽ നിന്ന് ഞാൻ ഇല്ലാതാവാണ്, അള്ളാഹുവിൽ ഫന ആവാണ്, ഞാൻ അള്ളാഹുവിൽ ലയിക്കാണ്. ഇനി ഞാനില്ല, ഞാനെന്ന അഹങ്കാരത്തിൽ നിന്ന് ഞാൻ ഇല്ലാതാവാണ് സുജൂദിലൂടെ. അതുകൊണ്ട് നിരന്തരം നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ യഥാർത്ഥ നിസ്കാരാണെങ്കിൽ അവനിൽ അനയുണ്ടാവില്ല, ഞാനുണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവൂല. അഹങ്കാരമുള്ള ഒരുത്തൻ എന്റെ പള്ളി കൈകാര്യം ചെയ്യാൻ വരണ്ട. കാരണം ഇതിന്റെ ഭരണാധികാരി ഞാനാണ്, നിങ്ങൾ എന്റെ പണിക്കാരാണ്. പണിക്കാരൻ അഹങ്കാരിയായി മുതലാളിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ മുതലാളിക്ക് പറ്റുമോ? പറ്റൂലല്ലോ, അഹങ്കാരം പറ്റൂല. അപ്പൊ നിസ്കാരം വേണമെന്ന് പറഞ്ഞതിന്റെ കാര്യം, നിങ്ങൾ അഹങ്കാരികളാകരുത്. നിങ്ങൾ നിരന്തരം അള്ളാഹുവിനെ സ്മരിക്കുന്നവരായിരിക്കണം. നിസ്കാരത്തിൽ വുളു എടുക്കുന്നത് പോലെ
നിങ്ങളുടെ ഹൃദയത്തെയും വുദു എടുപ്പിക്കണം. ഹൃദയത്തെ വുദു എടുപ്പിക്കണത് എങ്ങനെയാണല്ലേ? അതിനുള്ള പണികൾ എങ്ങനെയാണെന്ന് ഈ പള്ളിയിൽ നിന്ന് സ്ഫുരണം ചെയ്യണം. ആ ഇൽമ്, ആ നൂറ് പള്ളിയിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കണം. അതില്ലാത്തടത്തോളം മുസ്ലിം ഉമ്മത്ത് തോറ്റുപോകും. നിങ്ങൾ ചോദിക്കുക, പള്ളിയിൽ നിന്ന് രാഷ്ട്രീയം പറയാൻ പറ്റാത്ത കാലഘട്ടമല്ലേ? എല്ലാ പള്ളി നമ്മുടെ രമം പള്ളി പോലെയാണോ എല്ലാ പള്ളികളും? ഇല്ലല്ലോ. പള്ളികളിൽ നിന്ന് രാഷ്ട്രീയം പറയാൻ പറ്റൂല. പള്ളികളിൽ നിന്ന് പലിശക്ക് വാങ്ങല്ലേ എന്ന് പറയാൻ പറ്റൂല. കാരണം പള്ളി കമ്മിറ്റിക്കാർ മുഴുവൻ പലിശക്കാരായിരിക്കും, ബഹുഭൂരിഭാഗവും. ദീൻ പറയാൻ പറ്റാത്ത കാലഘട്ടം. അങ്ങനൊരു സംഗതി അള്ളാന്റെ പള്ളിയിൽ നിന്ന് വരുന്നൊരു കാലഘട്ടം. എന്തേ അതിന്റെ കാരണം? പള്ളി കമ്മിറ്റിയിലുള്ള ആളുകൾക്ക്, പള്ളിയിൽ ഇമാമായി സേവനം ചെയ്യാൻ വരുന്ന ഉസ്താദിന് അല്ലാ കൽബിലില്ലാതെ പോയി. കൽബിലില്ലാതെ പോയി. അല്ലാഹ് എന്ന ദിക്ർ കൽബിലുള്ളവനാണ് ഇമാമെങ്കിൽ, പള്ളി കമ്മിറ്റിക്കാരെങ്കിൽ അള്ളാഹനല്ലാതെ ആരെ പേടിക്കാനാ? ദീൻ തുറന്നു പറയുന്ന വിഷയത്തിൽ വല്ല തടസ്സം ഉണ്ടാവോ? ഉണ്ടാവൂല. അപ്പൊ നിസ്കാരം കൃത്യമാക്കണം. അവര് ഫസ്റ്റ് സഫിന് വേണ്ടി മത്സരിക്കുന്നവരാകണം. ബാങ്ക് വിളിക്കാൻ ഒരാളില്ലെങ്കിൽ ഓടിയെത്തി ബാങ്ക് വിളിക്കാൻ കഴിയുന്നവരാകണം. ഈ ക്വാളിറ്റിയൊക്കെ ഉള്ള ആളുകളാണ് എന്റെ പള്ളി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. മൂന്നാമത്തെ വിഭാഗം സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവരാകണം. സക്കാത്ത് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ, എല്ലാവർക്കും ഇപ്പൊ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലല്ലോ. സക്കാത്ത് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ അത് കൃത്യമായി കൊടുത്തു വീട്ടുന്ന ആളുകളാകണം. അതിലൂടെ പടച്ചോൻ പഠിപ്പിക്കുന്ന എന്താ? നിങ്ങളുടെ മഹല്ല് പരിധിക്കുള്ളിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. വീടില്ലാതെ വിഷമിക്കുന്നവർ, അസുഖബാധിതരായി വിഷമിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, അവരിലേക്ക് ചെന്ന് സാന്ത്വനത്തിന്റെ സ്പർശം കൊടുക്കാൻ മഹല്ല് കമ്മിറ്റിക്കാരെ, ഉസ്താദുമാരെ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർ എന്റെ പള്ളി പരിപാലിച്ചാൽ മതി. അല്ലാഹു റബ്ബുൽ ആലമീൻ. യഥാർത്ഥത്തിൽ ഈ സക്കാത്ത് കൊണ്ട് പടച്ചോൻ ലക്ഷ്യാക്കുന്നത് ഒരു സംഗതിയാണ്, ഉടമസ്ഥാവകാശത്തെ നിഷേധിക്കലാണ്. ഉടമസ്ഥാവകാശത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാല് എന്റെ പൈസ എന്ന് ചിന്തിക്കുന്നവൻ എന്റെ പള്ളി കൈകാര്യം ചെയ്യണ്ട. അങ്ങനെ എന്റെ പൈസ, ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത്, എന്റെ പണം എന്ന് ചിന്തിക്കുന്നവൻ എന്റെ പള്ളി കൈകാര്യം ചെയ്യണ്ട. ഇത് അള്ളാന്റെ സമ്പത്ത്, ഞാൻ കൈകാര്യകർത്താവ് മാത്രമാണ്. ഈ ബോധ്യമുള്ളവൻ എന്റെ പള്ളി കൈകാര്യം ചെയ്താൽ മതി. എന്റെ പൈസ എന്ന് പറഞ്ഞു വരുന്നവന് എന്റെ പള്ളിയില് കമ്മിറ്റിയിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ വിളിക്കുന്നില്ല, അവനെ മാറ്റിയിരുത്താണ്. ഉടമസ്ഥാവകാശത്തെ നിഷേധിക്കാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതിലൂടെ അഹങ്കാരം ഒടിച്ചു കളയാൻ. ഈ സക്കാത്ത് മഹാനായ ഇബ്നു അറബി റഹിമഹുല്ല പറയുന്നുണ്ട്, സക്കാത്ത് കണ്ണിനുണ്ട് എന്നാണ്. കണ്ണിന് സക്കാത്ത് വേണം. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാല് പൈസ കൊണ്ടുള്ള സക്കാത്ത് മാത്രമല്ല, കണ്ണിന്റെ സക്കാത്ത് ഉണ്ട്. ഈ കണ്ണ് എന്റേതല്ല, അള്ളാഹ് തന്നതാണ്. അപ്പൊ ഈ കണ്ണിനൊരു സക്കാത്ത് ഉണ്ട്. അതെന്താ? അള്ളാഹ് ഇഷ്ടപ്പെടാത്തതിലേക്ക് നോക്കാതിരിക്കലാണ്. എന്റെ കൈക്കൊരു സക്കാത്ത് ഉണ്ട്. ഈ കൈ അള്ളാഹ് തന്നതാണ്. ഞാൻ ഹറാമ് പിടിക്കാതിരിക്കലാണ് കൈയുടെ സക്കാത്ത്. ഈ നാവിനൊരു സക്കാത്ത് ഉണ്ട്. എന്റെ റബ്ബ് തന്ന നാവാണിത്, അതുകൊണ്ട് ഈ നാവ് കൊണ്ട് ഞാൻ ഹറാമ് പറയില്ല, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് പറയില്ല. അതാണ് നാവിന്റെ സക്കാത്ത്. ഇങ്ങനെ സക്കാത്ത് കൊടുക്കുന്നവരാണ് എവിടെ വരേണ്ടത്? ഇന്നിപ്പോ ആരാണത് അല്ലേ? പള്ളി കമ്മിറ്റിയിൽ വരേണ്ടത് എന്ന്. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി പൈസ കയ്യിലുണ്ടാവുമല്ലോ. അപ്പൊ ഈ മഹല്ലിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ ചെന്നൊന്ന് സഹായിച്ചിട്ട് അവരെ പള്ളിയിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് പറ്റും. കയ്യിൽ കുറച്ച് മിഠായിയൊക്കെ പിടിക്കുക. കമ്മിറ്റിക്കാർ ചെയ്യേണ്ട പരിപാടിയാണ്. കുറച്ച് മിഠായിയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇത്തിരി മിഠായിയൊക്കെ കൊടുത്തിട്ട്, മക്കളെ കറക്റ്റ് നീ ളുഹറിന് വന്നല്ലേ, മാഷാ അല്ലാഹ് എന്നാ മിഠായി പിടിച്ചു, സന്തോഷം. കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തന്നെ പോയി തൗഹീദ് പറയലല്ലോ ചെയ്തത്. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് ആദ്യം കുടുംബക്കാർക്ക് ഭക്ഷണം കൊടുത്തു, രണ്ടാമത്തെ ദിവസം ഭക്ഷണം കൊടുത്തു, മൂന്നാമത്തെ ദിവസം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചേർത്ത് പിടിക്കലുണ്ടാവണം. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മുടെ ഈ ദിക്ർ ഹൽക്ക നടത്തി നമ്മൾ അല്ലേ, അൽഹംദുലില്ലാഹ് ദിക്ർ ഹൽക്ക നടത്തി. നമ്മൾ ആദ്യം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പോ എത്ര ആളുകൾ കുറ്റം പറഞ്ഞു. ഇന്ന് കുറ്റം പറഞ്ഞ ആളുകൾ പോലും നല്ലത് പറയുന്നില്ലേ? വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ? അതുകൊണ്ട് എത്രയോ മനുഷ്യന്മാരുടെ കുടുംബ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട് ദിക്ർ ഹൽക്ക കൊണ്ട്. നമ്മൾ വെറുതെ ദിക്ർ ചൊല്ലിപ്പിക്കുകയല്ല, കൽബിലേക്ക് നമ്മുടെ മശായിഖന്മാർ സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നത് പ്രകാരം അവരുടെ കൽബിലേക്ക് അള്ളാഹുവിനെ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുക? കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട്. പല ആളുകളും എഴുതി തന്ന കത്തുകൾ പോലും ഇപ്പോഴും നമ്മുടെ റൂമിലില്ലേ? പലരും വായിച്ചവരാണതൊക്കെ. ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. എന്തിനേറെ നമ്മുടെ കുറച്ച് ചെറുപ്പക്കാരെയും കൊണ്ട് 1-2 തവണ നമ്മളൊരു ട്രിപ്പൊക്കെ പോയിരുന്നു, ബീച്ചിന്റെ അടുത്തൊക്കെ പോയിരുന്നു, ഇങ്ങനെ അള്ളാഹനെ സ്മരിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത്, സാർ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും
അതല്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഹാപ്പി ആയിരിക്കും, ഞാൻ ടെൻഷൻ അടിക്കൂല എന്നാണ്. ഇതിലപ്പുറം എന്ത് മാറ്റാണ് ഒരു മഹലിൽ വേണ്ടത്? അങ്ങനെ കമ്മിറ്റിക്കാരും ഉസ്താദുമാരും ഒന്നിച്ചൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് വലിയ വിപ്ലവങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ യുക്തിവാദത്തിന്റെയും ലിബറലിസത്തിന്റെയും കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെ സന്നിവേശിപ്പിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദ് എവിടെയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ആ മഹലിൽ ഉയർച്ച ഉണ്ടാവൂല. ആ ജിഹാദിന് വേണ്ടിയാണ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെ അല്ലാതെ ഭയപ്പെടാത്തവരാണ് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ. തൗഹീദിന്റെ അടിത്തറയാണത്, തൗഹീദിന്റെ അടിത്തറയാണത്. ഗുണവും ദോഷവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് തിരിച്ചറിയണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹനല്ലാത്തവരെ പേടിക്കുക? എനിക്കെന്ത് ഗുണം വന്നാലും എന്ത് ദോഷം സംഭവിച്ചാലും ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഇങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്ന ഈമാനുള്ള യഖീനുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിമകളെ പേടിക്കുക? അപ്പൊ വലം യഖ്ശ ഇല്ലല്ലാഹ്, ഇല്ല, ഇന്നാലിന്ന ആളുകൾ എന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഞാനിപ്പോ എന്റെ ആദർശം തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് എന്നെ കുറിച്ച് അവരെന്ത് ചിന്തിക്കും? ഈ ചിന്ത അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുണ്ടാകില്ല. അങ്ങനെയുള്ളവൻ എന്റെ പള്ളി പരിപാലിക്കണ്ട. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്നു അറബി തങ്ങൾ തന്നെ വീണ്ടും പറയുന്നുണ്ട്, പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ട് പേടിയുണ്ട്, രണ്ട് ഭയം ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഇബ്നു അറബി റഹിമഹുല്ലാ പറയുന്നത് എന്താണ്? ഒന്ന്, സമ്പത്തോ സ്ഥാനോ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാകാൻ പാടില്ല. എന്റെ സമ്പത്ത് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ എന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവനുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പള്ളി കമ്മിറ്റിക്ക് യോഗ്യനല്ല. രണ്ടാമത്തെ എന്താണ്? ജനങ്ങൾ എന്നെ മോശക്കാരനായി കാണുമോ എന്നുള്ള പേടി ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ എന്നെ മോശക്കാരനാക്കോ, ജനങ്ങൾ അങ്ങനെ വിചാരിക്കോ, എങ്ങനെ വിചാരിക്കോ, എന്നെ അവര് ജയിപ്പിച്ചതല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവനും അള്ളാനെ പേടിച്ചിട്ടില്ല. ഇവർക്ക് അള്ളാന്റെ പള്ളി കമ്മിറ്റിയിൽ വരാനുള്ള യോഗ്യതയില്ല. അപ്പൊ അള്ളാനെയല്ലാതെ ഭയപ്പെടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ പള്ളി കമ്മിറ്റിയിൽ വരാൻ യോഗ്യതയില്ല, അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് അള്ളാനെ മാത്രം ഭയപ്പെടണം. ആ ഭയം പോലും ഒരു മഹബത്തിന്റെ ഭാഗമാണ്. എന്റെ റബ്ബിന്റെ തിരിഞ്ഞു നോക്കില്ലേ എന്നുള്ള ഭയം. നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എന്റെ റബ്ബിനെ തിരിഞ്ഞു നോക്കില്ലേ എന്നുള്ള ഭയം, ആ ഭയം സ്നേഹത്തിന്റെ ഭാഗമാണ്, അതിതീവ്ര സ്നേഹത്തിന്റെ ഭാഗമാണത്. അത് തിരിച്ചറിയണമെങ്കിൽ ആ നൂറ് പള്ളിയിൽ നിന്ന് സന്നിവേശിപ്പിക്കപ്പെടണം. ഇനി ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് നോക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അല്ലാഹു പറയാ, ഫഅസാ ഉലൈക അയ്യകൂനൂ മിനൽ മുഹ്തദീൻ. ഒരു പക്ഷേ നിങ്ങൾ നന്നായേക്കാം, ഒരു പക്ഷേ നിങ്ങൾ വിജയിച്ചേക്കാം. പടച്ചോൻ പറയാം, ഇത്രയൊക്കെ ഗുണമുള്ള മനുഷ്യൻ പള്ളി കമ്മിറ്റി കയറിയാലും നിങ്ങൾ നന്നാകും, നിങ്ങൾ ജയിക്കും എന്നൊന്നുമല്ല പടച്ചോൻ പറയണത്. ഒരു പക്ഷേ നന്നായേക്കാം. എന്തേ കാരണം? പള്ളി കമ്മിറ്റി കയറി കഴിയുമ്പോൾ ഒരു 3-4 മാസം ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ ഈ പറഞ്ഞ സംഗതി ഒന്നും ഉണ്ടാവില്ല പലർക്കും. പിന്നെ കെട്ടടങ്ങും. അങ്ങനെ കെട്ടടങ്ങുന്നവരെയും പടച്ചോന് വേണ്ട. ഈ പറഞ്ഞ യക്കീനോടുകൂടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായി നിങ്ങൾ എന്റെ വീട്ടിൽ എന്റെ സേവകരായി വേണം. അങ്ങനെയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു പണിക്കാരി നിർത്തി, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് പണിയെടുക്കണില്ല. പണിയെടുക്കാൻ പറയുമ്പോ എനിക്ക് മുതലാളിയുടെ തൃപ്തി മാത്രം മതി. പണിയെടുക്കൂല, മുതലാളിയുടെ തൃപ്തി കിട്ടോ? അള്ളാന്റെ തൃപ്തി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ സംഗതികൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ആ ഉത്തരവാദിത്വം നമുക്കെതിരാകുന്നൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളൊക്കെ പറയും, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാനും അതിലേറെ എളുപ്പത്തിൽ നരകമാകാനും ഒക്കെ പറ്റുന്നൊരു സംഗതിയാണ് പള്ളി പരിപാലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റിയുള്ള ആളുകൾ പള്ളി കൈകാര്യം ചെയ്താൽ എന്താ കിട്ടുക? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അള്ളാഹു ആകാശഭൂമികളുടെ ചൈതന്യമാണെങ്കിൽ ആ ചൈതന്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് ഫീ ബുയൂത്തിൻ അതിനല്ലാഹ്, അത് അള്ളാന്റെ പള്ളിയാണ്, അള്ളാന്റെ പള്ളിയാണ്. ഇനി അങ്ങനെയല്ലാത്ത ആളുകൾ പള്ളി കമ്മിറ്റിയിൽ വന്ന് എന്ത് സംഭവിക്കും? ഹബീബ് റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, തർഫഉൽ അസ്വാത് മിനൽ മസാജിദ്, ഖിയാമത്തിന്റെ അടയാളാണത്. പള്ളിയിൽ നിന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. അങ്ങനെയുള്ള, അതായത് 100 കൽബിലില്ലാത്ത, അള്ളാഹുവിന്റെ അടിമകളല്ലാത്ത, സ്വയേച്ഛകളുടെ അടിമകൾ, ദേഹേച്ഛകളുടെ അടിമകളായ ആളുകൾ പള്ളി കൈകാര്യം ചെയ്താൽ മഹല്ല് നശിക്കും, കുടുംബം നശിക്കും, നാടിന് പുരോഗതി ഉണ്ടാവൂല. അല്ലെങ്കിലോ അള്ളാന്റെ 100 നാട്ടിലുണ്ടാകും. അള്ളാഹു അങ്ങനെയുള്ളൊരു ബറക്കത്തുള്ളൊരവസ്ഥ നമ്മുടെ നാട്ടിലും നാമുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീനൊന്നുമില്ലേ? അങ്ങനെ വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.